കടന്നു ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. I greet you all in the matchless name of our Lord and Savior Jesus Christ. ഇന്ന് ഞാൻ അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം ആരിൽ ഒരാൾ വായിച്ച് സഹായിക്കാമോ? ന്യായാധിപന്മാർ chapter 6 verses 24. Judges chapter 6 verses 24. So Gideon built an altar there to the Lord and called it "The Lord is Peace." മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ആമേൻ. നൽകി തന്ന വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നൽകി തന്ന നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പാ ദൈവമേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ അടിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ചിന്നുനെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഓരോരുത്തരുടെയുമേ ക്രൂശിൻ്റെ മറവിലായിരിക്കാൻ ദൈവമേ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന് കാരണമായി തീരുവാൻ ദൈവമേ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ച സമർപ്പിക്കുന്ന യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം അതിലേക്ക് ആഴത്തിലേക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ആഴത്തിലേക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു നാട്ടിൽ നടന്ന സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. When I say that we have to think about this particular verse, there is something that comes to my mind. നാട്ടിലൊരു ദേവദാസൻ സങ്കീർത്തനം വായിച്ചു. എന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് പറഞ്ഞു, നമുക്കിനി അത് ആഴത്തിലേക്കൊന്ന് ചിന്തിക്കാം. And a person read Psalms in India and he said that now let's ponder about this in depth. ഞാൻ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി ചെല്ലട്ടെ എന്ന് പറഞ്ഞു. And he said that let us get into the depth of this psalm. അവിടെ ഒരു കുരുത്തം കേട്ട ഒരു യൂത്ത് അവിടെ ഉണ്ടായിരുന്നു. There was a naughty youth there. അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു, പാസ്റ്ററെ ആഴത്തിലോട്ടൊക്കെ പോകുന്ന കൊള്ളാം, 1 മണിയാകുമ്പോൾ ഇങ്ങനെ കയറി വരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കയറി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കത്തില്ലെന്ന് പറഞ്ഞു. So he said that you can go to the depth of it, but you have to come back by 1 p.m. Otherwise, when you come back, we'll not be here. അതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമുക്ക് ലഭിച്ചത്. ആരിൽ ഒരാൾ ഒന്ന് വായിക്കാമോ വാക്യം? ജഡ്ജസ് ചാപ്റ്റർ 6 verses 24. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിതു. അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. താങ്ക് യു സിസ്റ്റർ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇതിനുള്ളത്. We all know the background of this verse. ഇന്ന് ലോകം അല്ലെങ്കിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ സമാധാനം പ്രാപിക്കുക എന്നുള്ളതാണ്. Today, if we think about it, the world and the mankind, they look for something or seek for something, and that is peace. പലരും പണം സമ്പാദിക്കുന്നതിൽ സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. Many people try to find peace through accumulating wealth. പലരും നല്ല വീടുകൾ പണിത് അതിനകത്ത് താമസിക്കുന്നതിൽ സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. Many people try to find peace in building a big mansion. പലരും നല്ല ജോലിയിൽ നല്ല സ്ഥാനങ്ങളൊക്കെ ലഭിച്ച് അത് സമാധാനം അതിൽ നിന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. Many people try to find peace through the good professional career that they have. പലരും നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൽ സമാധാനം കണ്ടെത്തുവാൻ Many ശ്രമിക്കുന്നു. people try to find peace through the good health that they have. അതെ, നമുക്ക് പണം വേണം, നല്ല ജോലി വേണം, നല്ല വീട് വേണം, നല്ല ആരോഗ്യം വേണം. അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. And I agree that we need good health, good wealth, we need a good career, and all these things are important in our life. പക്ഷേ ഇതെല്ലാം കിട്ടിയാൽ നമുക്ക് സമാധാനം കിട്ടുമോ? But when we have all these things, does it mean that we will have peace from God? പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ജീവിതത്തിൽ പല വിജയങ്ങൾ നേടിയവരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ അവർ നെട്ടോട്ടം ഓടുകയാണ്. We know many people who are very much victorious in their life, but still they do not have peace. അവർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ട്, നല്ല മാളികകളുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, എങ്കിലും അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല. We see that in their life they have good wealth, they have good reputation, but when we look into their lives, they do not have peace from God. വലിയ വീടുകളിൽ അല്ലെങ്കിൽ മാളികകളിൽ താമസിക്കുന്നവർക്ക് സമാധാനമില്ല. And people who stay in big mansions, they still do not have peace. ചുറ്റുമുള്ളതെല്ലാം വിജയകരമായി തോന്നുന്ന സാഹചര്യത്തിലും യഥാർത്ഥമായ ശാശ്വതമായ സമാധാനം ലഭിക്കാനായി അവർ നെട്ടോട്ടം ഓടുകയാണ്. And even though things around them looks favorable to them, they are still looking and seeking for this peace. എന്താണ് ഈ ലോക മനുഷ്യന് സമാധാനം ഇല്ലാതായിരിക്കുന്നത്? So what is the reason for this peace that is not there with these people? കാരണം സമാധാനം ഒരു സാഹചര്യമല്ല.
Because this peace is not a circumstance. സമാധാനം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് യഹോവ ശാലോം. And because this peace is a person, and that person's name is the Lord Jesus Christ. പ്രതിസന്ധികളുടെ നടുവിലും ശാന്തമായി ഇരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നെങ്കിൽ അതാണ് യഥാർത്ഥ സമാധാനം. And even during your troubled situation, if you are able to find peace in the Lord, that is the peace that God gives us. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഫേവറബിളായി നമുക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിലും അതിന്റെ നടുവിലും സമാധാനം നൽകുവാൻ ഒരുവനുണ്ട്. അതാണ് എൻ്റെ യേശു ക്രിസ്തു. And even when the things around us are unfavorable, if we are able to find peace in Lord, and that peace is the Lord Jesus Christ. ദൈവ മനുഷ്യരാശിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനമാണ് സമാധാനം എന്ന് And I പറയുന്നത്. would say that this is the greatest gift that God has given mankind, and that is peace. ബൈബിളിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണുവാൻ സാധിക്കും സമാധാനം ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. And we understand that from the first book of the Bible, Genesis itself, we understand that this peace is a gift that God has given to mankind. ഉൽപ്പത്തി 15 ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. In Genesis chapter 15 verses 15, we see that as for you, you shall go to your fathers in peace. ഇത് ദൈവത്തിന്റെ ഉടമ്പടിയിലൂടെയുള്ള ഒരു So സമാധാനമാണ്. this peace is through the covenant that the Lord had given his people. അബ്രഹാമിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ദൈവത്തിന്റെ വിളി കേട്ട് അവൻ സ്വന്തം നാട് വിട്ട് പുറപ്പെടുവാൻ ഇടയായി തീർന്നു. Now when we think about Abraham, when he heard the voice of the Lord, he left his people and he went to the place that the Lord had asked him to go to. അവൻ ഒത്തിരി പ്രോമിസസ് വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. He had received so many promises from the Lord. അവന്റെ സന്തതി അവനെ ഒരു വലിയ നേഷൻ ആക്കുമെന്നുള്ള ഒരു പ്രോമിസ് അവൻ ലഭിച്ചിട്ടുണ്ട്. And he also received a promise that he will become a great nation. പക്ഷെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു സന്തതിയെ ദൈവം കൊടുത്തിരുന്നില്ല. But when he received that promise, we see that he did not have a child at that time. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അന്ന് രാത്രി അവൻ കിടന്നുറങ്ങും, വളരെ ഭാരത്തോടെ കിടന്നുറങ്ങിയപ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ നിന്റെ പിതാക്കന്മാരോട് കൂടെ സമാധാനത്തിൽ പ്രവേശിക്കും. And now I imagine it in this manner, when he was thinking about all the circumstances around him, that is when the Lord came and spoke to him and gave him the promise that as for you, you will be with your fathers in peace. ദൈവം അവനെ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാണ്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും. And the Lord is also giving him an assurity that your children or your descendants will be like the stars in the sky. അപ്പോഴും അവന്റെ സാഹചര്യം മാറിയിട്ടില്ല. But even then his circumstances does not change. എന്നാൽ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവനു നീതിയായി കണക്കിട്ടു. And because he believed in the Lord, this was accounted to him for righteousness. നമ്മൾ നോക്കുമ്പോൾ അവന് സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടില്ല. Now we see that his circumstances have not changed. പക്ഷേ ദൈവം അവിടെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, നിന്റെ സന്തതി ഈ ലോകത്തിലൊക്കെയും പരക്കുവാൻ ഇടയായിത്തീരും. But the Lord is giving him an assurity that your descendants will be like the stars in the sky. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. And he believed in the Lord, and this was accounted to him for righteousness. നമുക്കിവിടെ കാണുവാൻ സാധിക്കും, തന്റെ ജനമുള്ള ദൈവത്തിന്റെ ഉടമ്പടി ബന്ധത്തിൽ സമാധാനം ഉൾപ്പെട്ടിരുന്നു. Now we understand that in the covenant that the Lord had given his people, peace also was a part of it. ഉൽപ്പത്തി 15:15 അത് വ്യക്തമായി കാണുവാൻ സാധിക്കും. And that is what we see in Genesis chapter 15 verses 15. അങ്ങനെ നമ്മൾ ബൈബിൾ ഉടനീളം നോക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ, സമാധാനത്തെ കേവലം ഒരു ഫീലിങ്സ് ആയിട്ടല്ല കാണുന്നത്, മറിച്ച് ദൈവവുമായുള്ള ശക്തമായ ബന്ധത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു ദാനമാണ് സമാധാനം എന്നുള്ളത്. Now when we read the Bible, we understand that this is not a mere feeling, rather it is a relationship that we have with God, and that is the peace that God gives us. പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മനോഹരമായ ഒരു നാമങ്ങളിൽ ഒന്നാണ് യഹോവ ശാലോം എന്നുള്ളത്. And this is a name that was revealed in the Old Testament, and that is called Yahweh Shalom. ഈ ഹീബ്രോ നാമത്തിന് ശാലോം എന്നുള്ളതിന് വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. This Hebrew name Shalom has a great meaning to it. ശാലോം എന്ന എബ്രായ പദം വെറും പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, പക്ഷെങ്കിൽ അതിന്റെ അർത്ഥം അതിലും ആഴമേറിയതാണ്. And when you understand the meaning of the word shalom does not mean that this is a circumstance when you do not have any problems around you, but it has a deeper meaning to it. പാപം കൊണ്ട് തകർന്ന ഹൃദയത്തെ ദൈവം ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ ശാലോം. And this shalom is the time when the Lord holds a heart that is broken. നിരാശയിൽ വീണവന് പ്രത്യാശ നൽകുന്നതാണ് ശാലോം എന്ന് പറയുന്നത്. And this shalom is the peace that God gives a person who is broken and he does not have anything to hope for in the future. പരീക്ഷയുടെ നടുവിൽ നിലകൊള്ളുവാനുള്ള ശക്തി പകരുന്നതാണ് യഥാർത്ഥ ശാലോം. And this peace is the peace that gives us strength even when we are in our trials and tribulations. മുമ്പിൽ അടുത്ത പടി എങ്ങനെ വെക്കണമെന്ന് നിശ്ചയമില്ലാതെ നിൽക്കുന്ന സമയത്തും ഹൃദയത്തിൽ ഉറച്ച
സുരക്ഷിതത്വം നൽകുന്നതാണ് യഹോവ ഷാലോം. And this shalom is the safety and the comfort that we receive, and even when we do not know what is the next step we have to take in our life. ലോകം പറയുന്ന സമാധാനം എന്താണ്? What is the kind of peace that the world gives us? പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സമാധാനം, If you do not have any problems, you are in peace. രോഗമില്ലെങ്കിൽ സമാധാനം, If you do not have any health issues, you are in സാമ്പത്തിക peace. ബുദ്ധിമുട്ടില്ലെങ്കിൽ If സമാധാനം, you do not have any financial struggles, you are in peace. കുടുംബ പ്രശ്നങ്ങളില്ലെങ്കിൽ സമാധാനം. If you do not have any family issues, you are in peace. അതായത് ലോകത്തിന്റെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നു. So this means that the peace that the world offers us is dependent on the circumstances around us. എന്നാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവർക്ക് ആ സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നു. But when the circumstances are unfavorable to them, they lose this peace. എന്നാൽ ദൈവം തരുന്ന സമാധാനം, ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അത് പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല, പ്രതിസന്ധിയുടെ നടുവിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. But the word of the Lord teaches us that this peace that the Lord offers is not a circumstance when you do not have anything unfavorable to you, but even when things are unfavorable, if you are able to feel the presence of the Lord, that is the peace that the Lord offers. ഗിദെയോന് ദൈവമായി ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോഴാണ് ആ പേര് വെളിപ്പെട്ടത്, യഹോവ ഷാലോം എന്ന പേര്. When Gideon had an encounter with the Lord, that is when this name was revealed to him, Yahweh Shalom. ദൈവമായ ഒരു എൻകൗണ്ടർ ഉണ്ടായ ഗിദെയോൻ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഗിദെയോൻ അവിടെ ഒരു യാഗപീഠം പണിഞ്ഞിട്ട് അതിന് യഹോവ ഷാലോം എന്ന് പേരിടുകയാണ്. And now here we see that Gideon, who had an encounter with the Lord and he felt the presence of the Lord, and that is when he built an altar and named it Yahweh Shalom. ദൈവ സാന്നിധ്യത്തിന് നിനക്ക് സമാധാനത്തെ നൽകുവാൻ കഴിയും. And the presence of the Lord can give you peace. ദൈവത്തിന്റെ ഉടമ്പടി അബ്രഹാമിന് സമാധാനം നൽകിയെങ്കിൽ, And if the covenant that God gave Abraham gave peace to Abraham, ഇവിടെ ഗിദെയോന് ദൈവത്തിന്റെ സാന്നിധ്യം സമാധാനം നൽകുകയാണ്. now we see that the presence of the Lord itself gives peace to Gideon. ഉൽപ്പത്തി 15 ജഡ്ജസ് 6 അബ്രഹാമിന്റെ അല്ലെങ്കിൽ ഗിദെയോന്റെ സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ല. Now when we study the book of Genesis or the book of Judges, we see that the circumstances for Gideon and Abraham was not favorable for them. ഗിദെയോന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അവന് വലിയ വീരനൊന്നുമല്ല. Now when we think about Gideon, he was not a mighty man. മിദ്യാനിയരെല്ലാം കൊള്ളയടിക്കുന്ന സ്ഥാനത്ത് അവൻ ഒളിച്ചിരുന്ന് ഗോതമ്പ് മെതിക്കുകയാണ്. And when the Midianites were looting the place, we see that this Gideon, he is hiding and he is threshing the wheat. ഭയത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. This is a man who is in fear. അവന്റെ രാജ്യത്തിന് സമാധാനമില്ല, His nation does not have അവന്റെ വീട്ടിൽ peace. സമാധാനമില്ല, His house does not have അവന്റെ peace. ഹൃദയത്തിൽ സമാധാനമില്ല. His heart does not have ആ peace. സമയത്ത് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിനക്ക് സമാധാനം. But that is when the Lord appears to him and tells him that you will have peace. അവന്റെ ശത്രുവിനെ അവിടെ നീക്കം ചെയ്തിട്ടില്ല, എങ്കിലും ദൈവം പറയുകയാണ്, നിനക്ക് സമാധാനം. But his enemies are not away from him, but even then the Lord tells him that you will have peace. സമാധാനം ഉണ്ടാകുന്നത് അനുകൂലമായ സാഹചര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. And now we understand that peace does not form through circumstances favorable to us. It is when the presence of the Lord is there even in our unfavorable situations. സാഹചര്യമല്ല നിനക്ക് സമാധാനം നൽകുന്നത്, പക്ഷെ ദൈവ സാന്നിധ്യമാണ് നിനക്ക് സമാധാനം നൽകുന്നത്. Circumstances do not give you the peace, but it is the presence of the Lord that gives you peace. എല്ലാ സാഹചര്യങ്ങളും മാറാത്തവനായി വിശ്വസ്തനായി നമ്മളോട് കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. And now we have a God who is with us even when situations are unfavorable to us. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. And that is why in Corinthians we see that you have a God who is not a God of confusion but a God of peace. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. There is a spiritual truth to this. ദൈവം സമാധാനം നൽകുവാൻ മാത്രമല്ല, ദൈവം തന്നെയാണ് സമാധാനം. So here we see that this God is not a God who offers peace, but he himself is peace. അതുകൊണ്ടാണ് ഗിദെയോൻ ആ യാഗപീഠത്തിന് യഹോവ ഷാലോം എന്ന് പേരിട്ടത്. And that is why Gideon built the altar and named it Yahweh Shalom. അവിടെ അവൻ യഹോവ സമാധാനം നൽകുന്നു എന്നല്ല പറഞ്ഞത്, യഹോവ തന്നെയാണ് സമാധാനം എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് So here ചെയ്യുന്നത്. we see that Gideon does not say that the Lord will give you peace, but rather he proclaims that the Lord himself is peace. പ്രിയ ദൈവവൈതലേ, നീ നോക്കും നിന്റെ സാഹചര്യങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. Dear children of God, when you look at your circumstances, it is not changed yet. നിന്റെ ചുറ്റും പലപ്പോഴും ശത്രുക്കൾ കാണും. Maybe there are enemies around you. നീ നോക്കുമ്പോൾ നിന്റെ മുമ്പിൽ എരിയുന്ന തീച്ചൂള നീ കാണും. Maybe you see fiery furnace in front of you. ശത്രു അതിന്റെ ചൂട് 7 മടങ്ങ് ഇൻക്രീസ് ചെയ്തതായിട്ട് നീ കാണും. And the devil might increase the fiery furnace 7 times the heat of it. ശത്രു ചിലപ്പോൾ നിന്നെ അതിൽ പിടിച്ചിടാനും
വീഴാനും വഴിയുണ്ടാകാം. Maybe the devil will put you into that furnace. എന്നാൽ നീ വീഴുന്നത് ആ തീയിലല്ല, ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്. But you are not going to fall into that fire, but you will fall into the hand of the Lord. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയോട് ദൈവം ഇന്നും ജീവിക്കുന്നു. And the God of Shadrach, Meshach and Abednego, he even lives today. സിംഹങ്ങളുടെ ഗുഹയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. And this is the presence of the Lord that will come in the lion's den. ആ ദാനിയേലിന്റെ ദൈവം ഇന്നും നിന്നോട് കൂടെയുണ്ട്. And the Lord of Daniel is with you even today. പത്മോസ് ദ്വീപിന്റെ അവസ്ഥയിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ And even സാന്നിധ്യമുണ്ട്. in the presence of your Patmos wilderness, even the Lord will come to you even in that situation. ആരും സഹായമല്ലെന്ന് നീ കരുതുന്ന നേരത്തും ദൈവ സാന്നിധ്യം നിനക്ക് സമാധാനം നൽകി തരുവാൻ ശക്തമാണ്. And when you think that you do not have peace from anywhere else, the Lord will give you this peace. അതുകൊണ്ട് നീ ഒന്ന് ഓർക്കുക, സമാധാനം എന്നുള്ളത് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല. പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതാണ് യഥാർത്ഥ So സമാധാനം. we have to remember that this peace is not a time when you do not have anything that is a problem to you, but rather even in your problems you are able to find the presence of the Lord. മനുഷ്യൻ എങ്ങനെയാണ് സമാധാനം നഷ്ടപ്പെട്ടത്? How did mankind lose their peace? ആദാമിനെ ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. Adam and Eve were created and they were put in the Garden of Eden. അവിടെ ആയിരുന്നപ്പോൾ അവർക്ക് രോഗമില്ല. And when they were in the Garden of Eden, they did not have any health challenges. അവർക്ക് ഭയമില്ല, അവർക്ക് മരണമില്ല. They did not have fear. They did not have death in front of them. അവർക്ക് ദുഃഖമില്ല. They did not have sorrows. ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ല. They did not have anxieties. കാരണം അവർ ദൈവത്തോടൊപ്പമായിരുന്നു. Because they were with the Lord. പക്ഷേ ഒരു ദിവസം പാപം അവരുടെ നടുവിലേക്ക് നടന്നു വരുവാനിടയായിത്തീർന്നു. But one day we see that sin comes to them. അവർ ദൈവത്തിൽ നിന്ന് ഓടി തെന്നി മാറുവാനിടയായിത്തീർന്നു. And they ran away from the presence of the Lord. അന്ന് മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടു. And that is when mankind lost their peace. അതുകൊണ്ടാണ് റോമൻസിൽ ഇങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. And that is why in Romans we read that just as through one man sin entered the world, and death through sin, and thus death spread to all men because all sinned. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് വേർതിരിവാനിടയായിത്തീർന്നു. And because of that we drifted away from the Lord. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. And that is why prophet Isaiah has written that your iniquities have separated you from your God. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കുന്നു. And it is because of your sins that the Lord has hidden his face from you. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ചുറ്റുമുള്ള സമാധാനം പോയി എന്ന് മാത്രമല്ല, And the greatest problem that mankind faces is not just that they don't have peace around them. പക്ഷേ നമുക്ക് ദൈവവുമായുള്ള ആ സമാധാനം പോകാനിടയായി. We have also lost that peace with God. അങ്ങനെ അത് മടക്കി ലഭിക്കുവാൻ ദൈവവുമായുള്ള മനുഷ്യന്റെ ആ തകർന്ന ബന്ധം ഒന്ന് റീസ്റ്റോർ ചെയ്യണമായിരുന്നു. And so now this relationship with God and man had to be restored. പഴയ നിയമ പ്രമാണങ്ങൾക്കോ യാഗങ്ങൾക്കോ നേർച്ച കാഴ്ചകൾക്കോ ഒന്നിനും അതിന് കഴിഞ്ഞില്ല. And the Old Testament laws or sacrifices or rituals could not restore that relationship with God and man. സമാധാനത്തിനുള്ള മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആ ഉത്തരം നൽകിയത് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. And in order to receive that peace for mankind, that is when the Lord God himself gave his only begotten son and left him to die on the cross for you and I. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു. And even before Jesus Christ was born to this world, hundreds of years ago, prophet Isaiah prophesied. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. And for to us a child is born, and to us a son is given, and the government will be upon his shoulders, and he will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് സമാധാനത്തിന്റെ സുവിശേഷം അറിയിക്കുവാനാണ്. And Jesus Christ himself
himself came to this world to spread the gospel of peace. അതുമാത്രമല്ല യേശുക്രിസ്തു സമാധാനത്തിന്റെ ഒരു ഉറവിടമായിരുന്നു, ഒരു സോഴ്സ് ആയിരുന്നു. And he was also the source of this peace. അതുകൊണ്ടാണ് യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ ഇങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. And that is why when Jesus Christ was born, the angels sang, "Glory to God in the highest, and on earth peace, along with which he is pleased." ഈ സമാധാനം പ്രശ്നങ്ങളില്ലാത്ത ഒരു സാഹചര്യമല്ല ഓഫർ ചെയ്തത്, ഇത് നമ്മെ ദൈവവുമായി നിരപ്പിക്കുകയായിരുന്നു. And now here we see that this peace reconciles us with the Lord. യെശയ്യാവ് പ്രവചനാത്മാവിൽ ഇങ്ങനെ എഴുതി, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറലാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. And in prophet Isaiah he wrote that he was pierced for our transgressions and he was crushed for our iniquities, and upon him was the chastisement that brought us peace, and with his wounds we are healed. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. And upon him was the chastisement that brought us peace. പ്രിയ മക്കളെ, ആ കാൽവറി ക്രൂശിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു യാഗമായി തീർന്നു. Dear children of God, for my sin Jesus Christ became an offering in the cross. ആ കാൽവറി ക്രൂശിൽ കിടന്ന് എനിക്ക് വേണ്ടി അവൻ കഷ്ടം അനുഭവിച്ചു. And he had to endure a lot of pain for me and for my sins. ആ ശരീരം എനിക്കായി നുറുക്കപ്പെടുവാൻ ഇടയായി And തീർന്നു. his body was pierced. അവസാനത്തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഊറ്റി തന്നു. And even the last shed of blood, he shed the last bit of blood for you and I. എന്തിനു വേണ്ടിയായിരുന്നു? Why did he do that? ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന ആ വേർപാടിനെ ഒന്ന് തുന്നിക്കെട്ടുകയായിരുന്നു ആ കാൽവറി He ക്രൂശിൽ. wanted to remove that boundary between man and God. ആ മതിൽ അവൻ ഇടിച്ചു കളഞ്ഞു. And he had to remove that wall boundary that was there. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ ആ സമാധാന ക്രൂശിൽ അവൻ സ്ഥാപിക്കുവാൻ ഇടയായി. And because of that he was able to restore the relationship between man and God. റോമാ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. And in Romans we see that since we are justified by faith, we have peace with God through our Lord Jesus Christ. ദൈവമായുള്ള ആ സമാധാനം ഇടിഞ്ഞു കിടന്ന സമാധാനം നമുക്ക് യേശുക്രിസ്തു തിരിച്ചുതരുവാനിടയായി തീർന്നു. And because of Jesus Christ's offering, we were able to reconcile with him and we received that peace from him. യേശുക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. Jesus Christ is our real peace. കൊരിന്ത്യർക്കേറിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. And that is why we see in Corinthians that because of the blood that was shed for us, we receive peace through him. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. And in order to reconcile to himself all things, whether in earth or in heaven, the Lord was pleased to do that so that we will receive peace through the blood of Jesus. ആ ഏദൻ തോട്ടത്തിൽ വിച്ഛേദിക്കപ്പെട്ട ആ ബന്ധം ആ ക്രൂശിൽ നിരപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് പ്രസാദം തോന്നി. And in order to receive back that relationship that was lost in the Garden of Eden, the Lord had will for it. ആ ക്രൂശിലെ ആ യാഗം, യേശുക്രിസ്തുവിന്റെ യാഗത്തോടെ ദൈവത്തിന് അത് പ്രസാദം തോന്നി നമ്മളെ ദൈവമായി ഒന്ന് നിരപ്പിക്കുവാൻ. And because the Lord wanted to reconcile us, he had a heart to do that, and that is when we receive the peace. യേശുക്രിസ്തു ക്രൂശിലാവുന്ന മുമ്പ് ശിഷ്യന്മാരോട് ഇങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. And this is the promise that Jesus gave his disciples, that peace I leave with you, my peace I give to you, not as the world gives do I give it to you. Let not your heart be troubled, neither let them be afraid. ലോകം തരുന്ന സമാധാനം സാഹചര്യങ്ങളെ വെച്ച് മാറിപ്പോകാം. And the peace that the world offers might differ according to the circumstances that you are in. എന്നാൽ ദൈവം തരുന്ന സമാധാനം നിന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് മാറാത്ത ഒരു സമാധാനമാണ്, അത് പ്രോമിസാണ്. But the peace that the Lord offers is the peace that will not change even when the circumstances change in front of you. വചനത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. And that is why in the word of the Lord we see that even though we have trials and tribulations, take heart, because I have overcome the world. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സമാധാനം എന്ന് പറയുന്നത്
പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥയല്ല. And that is why I reminded you earlier that this peace is not a time when you do not have problems. കഷ്ടങ്ങളുടെ നടുവിലും ആശ്വാസം പകരുന്നതാണ് ആ സമാധാനം. But when you have comfort even during your trials and tribulations, that is the peace that the Lord offers. ആ ദൈവ സാന്നിധ്യം നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആ സമാധാനം നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. And when we are in the presence of the Lord, this peace flows into us. നമ്മുടെ സാഹചര്യങ്ങൾ നന്നായി ലോകത്തിലുള്ള ആരെക്കാളും നന്നായി അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. The Lord is the one who knows our circumstances more than any person in this world. ചിലപ്പോൾ ലോക മനുഷ്യന് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ കാഠിന്യം മനസ്സിലാക്കുവാൻ കഴിയില്ലായിരിക്കും. Maybe the person around you or the people around you are not able to understand the magnitude of the situation that you are going through today. നമ്മുടെ കൂട്ടാളിക്ക് നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. Maybe your partner is not able to understand the situation you are going through today. Maybe your children are not able to understand. സഹോദരങ്ങൾക്ക് നമ്മുടെ പ്രശ്നത്തിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കണമെന്നില്ല. Maybe your brother or your sister is not able to understand the situation. നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എന്നാൽ നമ്മൾ കടന്നു പോകുന്ന ആ അവസ്ഥയുടെ ഒരു തീവ്രത അവർക്ക് മനസ്സിലാവണമെന്നില്ല. Maybe our fellow brothers and sisters, even though they are praying for us, they are not able to understand the magnitude of the situation that we are going through today. എന്നാൽ വചനം പറയുന്നത് പാപം ഒഴികെ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. But we know that there was a God for us and he is the one who was tempted in everything other than in sin. നമ്മെ നന്നായി അറിയുന്നവനാണ് നമ്മുടെ യേശുക്രിസ്തു. And just Jesus knows us very well. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. And that is why the word of the Lord says that we do not have a high priest who is unable to sympathize with our weaknesses. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. But one who is in every respect was tempted as we are, yet without sin. എന്നാൽ ഈ സമാധാനം ആർക്കാ ലഭിക്കുന്നത്? But who receives this peace? യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. And now the Lord himself has said that I give you this peace, and this is not what the world offers you. ലോകത്തിലെ ആളുകൾ പലതിലും പല തരത്തിലും സമാധാനം കണ്ടെത്തുന്നു. The people around the world will try to find peace through many things. അവർ ചിലപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുകയാണ്. Maybe they become addicts to drug and alcohol. എന്നാൽ അതിന്റെ എഫക്റ്റ് വിട്ടുപോകുമ്പോൾ വീണ്ടും അവരുടെ സിറ്റുവേഷൻ വളരെ വേഴ്സ്റ്റ് ആവുകയാണ്. And once they lose the influence of all that they had, again their situation comes to the normal ഇതൊന്നും self. ശാശ്വതമല്ല. Because these are not permanent. പലരും സമാധാനമില്ലാതെ അവരുടെ ജീവൻ തന്നെ ഒടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. We see people who want to end their life because they do not have peace. ആത്മഹത്യക്കൊക്കെ ഒരുങ്ങുന്ന ആളുകൾ. And they would want to do suicide. എന്നാൽ ഞാനൊരു സത്യം വിളിച്ചു പറയട്ടെ, ഇതിനൊന്നും നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തരുവാൻ കഴിയില്ല. But let me remind you a truth that none of this can give you a permanent solution to your problems. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ സമാധാനം ലഭിക്കാൻ ഇടയായി? But how will we receive this peace? നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ലോകം തരാത്ത സമാധാനം, ആ ദൈവിക സമാധാനം നിന്നിലേക്ക് പാഞ്ഞൊഴുകുവാൻ ഇടയായിത്തീരും. And if you are ready to believe in the Lord Jesus Christ, you will receive this peace. നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. And if you believe in the Lord Jesus, you and your household will be saved. അതുകൊണ്ടാണ് ഞാൻ ആവേശത്തോടെ വിളിച്ചു പറയാം, മറ്റൊരുത്തിനും രക്ഷയില്ല. നീ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല, അതെന്റെ യേശുവിന്റെ നാമമാണ്. And that is why let me boldly proclaim that salvation cannot be found through anyone else, and there is no name under heaven or earth that can proclaim his name, and we can receive this salvation only through one name, and that is the Lord Jesus Christ. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. And this is the way of peace. ദൈവവുമായി നമ്മെ നിരപ്പിക്കുന്ന ഒരു മാർഗമാണ്. And this is a way that reconciles us with the Lord Jesus. ഭാരങ്ങൾ വരുമ്പോൾ, even when we have trials in our life, even when we have sorrows in our life, ഏത് നിമിഷം ഓടി വന്ന് അഭയം പ്രാപിക്കാൻ നമുക്ക് ഒരിടമുണ്ട്, അതിന്റെ യേശുവിന്റെ പാദപീഠമാണ്. There is one place that we can always find comfort, and that is in the presence of the Lord. യേശു നിങ്ങളെ വിളിക്കുന്നു. The Lord Jesus calls us. പ്രാർത്ഥനയോടെ നിങ്ങളുടെ ദുഃഖങ്ങളായിക്കൊള്ളട്ടെ, പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, ഭയങ്ങളായിക്കൊള്ളട്ടെ, തലമുറയെ പറ്റിയുള്ള വേവലാതിയായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയോടെ ആ ദൈവസന്നിധിയിൽ നിന്ന് വെക്കാൻ കഴിയുമോ? And whatever situation you are going through in your life, are you ready to come to the presence of the Lord with prayer? നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും പ്രാർത്ഥനയിലൂടെ ആ ദൈവസന്നിധിയിൽ നിന്ന് അഭയം പ്രാപിക്കാൻ കഴിയുമോ? And whatever your circumstance is today, are you ready to find refuge in the Lord through this peace? ആ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളിലേക്ക് പാഞ്ഞൊഴുവാൻ ഇടയായി. And if you are ready to rely on the Lord Jesus, you will receive this peace that circumstances
that surpasses all understanding. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വത്തത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. And that is why in the book of Philippians we see that do not be anxious about anything, but in everything through prayer and supplication with thanksgiving let your requests be made known to the Lord. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളിലേക്ക് വരുവാനിടയായിത്തീരും. And then the peace of God that surpasses all understanding will come to you. ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം നിന്റെ യേശുവിന് നിനക്ക് തരുവാൻ സാധിക്കും. And the peace that the world cannot offer you, your Lord can offer it to you. നമ്മുടെ പ്രഖ്യാപനം ഇങ്ങനെ ആയിരിക്കട്ടെ, എൻ്റെ സാഹചര്യമല്ല എൻ്റെ സമാധാനം, എൻ്റെ കർത്താവാണ് എൻ്റെ സമാധാനം. And let us be able to proclaim that our circumstances are not going to be our peace, but it is my God who is going to remain as my peace. ദൈവം ഇന്ന് നമുക്ക് നൽകിയ ഈ സമാധാനം ഒന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യ സമാധാനത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. And today the peace that the Lord offers us is pointing to the eternal peace that the Lord will give us. ഈ ലോകത്തിലെ സമാധാനമൊക്കെ താൽക്കാലികമാണ്. And all the peace that we receive today is going to be temporary. എന്നാൽ ദൈവം ഓഫർ ചെയ്യുന്ന സമാധാനം ഉണ്ടല്ലോ, അത് നിത്യമായതാണ്. But the peace that the Lord offers us is going to be eternal. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. And the greatest requirement of a life is not to have a life without any problems. സിസ്റ്റവുമായ ഉള്ള ഒരു സമാധാനമാണ് നമുക്ക് വേണ്ടത്. It is a peace that we need with the Creator. ആ സമാധാനം നൽകുവാനാണ് സമാധാന പ്രഭുവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. And in order to give us that peace, this Prince of Peace has come to this world. ആ യേശു നിന്നെ വിളിക്കുകയാണ് ഈ നിമിഷം. And that Jesus is calling you today. നമ്മുടെ ജീവിതത്തിന്റെ ആ കേന്ദ്രം യേശുവിലായിരിക്കട്ടെ. And let Jesus be your center. അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ സാഹചര്യങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത ഒരു സമാധാനം നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ ഇടയായി. And if that is the case, you will receive a peace that will not be shattered because of the circumstances around you. മനുഷ്യ ബുദ്ധിക്ക് അതീതമായ ഒരു സമാധാനം. And this is a peace that surpasses all human understanding. ഇങ്ങനെ പറയുന്ന വചനം പറയുന്ന ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിൽ കാത്തു സൂക്ഷിക്കുന്ന സമാധാനം. And that is why the word of the Lord says that this peace will guard your heart and your mind in Jesus Christ. അതുകൊണ്ട് എപ്പോഴും ഒരു സത്യം ഓർക്കുക. So you should always remember one truth. ദൈവത്തിന്റെ സമാധാനം കൊടുങ്കാറ്റുകളൊന്നും ഇല്ലാത്ത അവസ്ഥയല്ല. The peace that the Lord offers is not a time when you do not have storms in front of you. കൊടുങ്കാറ്റുകളുടെ ഇടയിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതമാണ് ദൈവ സമാധാനം. And the peace that the Lord offers is a peace that even when you are in your storms, you're still able to find the presence of the Lord and find refuge in Him. കാറ്റും കോളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം. Maybe there is wind and where there is storm in our life. തിരമാലകളൊക്കെ ഉയർന്നേക്കാം. Maybe there are great waves in our life. ഇമ്മാനുവേലായ യഹോവ ശാലോം എന്നും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് അവസ്ഥയിലും നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ ഇടയായി. But if we have the Lord Jesus as our Emmanuel and as our Yahuwah Shalom, we will be able to stand forward. നമ്മുടെ സമാധാനം കർത്താവായ യേശുക്രിസ്തുവിലായിരിക്കട്ടെ. And let our peace be in the Lord Jesus. യേശുക്രിസ്തുവിൽ മാത്രം നമ്മുടെ ആശ്രയമായി തീരട്ടെ. And let our refuge be only in the Lord Jesus. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നേറുവാൻ ഇടയായി തീരട്ടെ. May we be able to improve our relationship with the Lord Jesus. നിന്റെ സാഹചര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പറയുമായിരിക്കും മനുഷ്യന് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന്. Maybe you will say that man is not able to understand the situation I'm going through today. ചിലപ്പോൾ നീ നിന്റെ സഹോദരനോട് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കേ, ഇറ്റ് ഹാപ്പൻസ് ഫോർ എവരിവൺ എന്നൊക്കെ നിന്നെ സമാധാനിപ്പിക്കാൻ പറയുമായിരിക്കും. Maybe your brother comforts you by saying that this is happening to everyone around them. അതിന്റെ കാഠിന്യം അവർക്ക് മനസ്സിലാവത്തില്ല. They are also not able to understand the magnitude of the trouble because they are also humans. എന്നാൽ എൻ്റെ യേശുവിന് നിന്നെ നന്നായി അറിയാൻ കഴിയും. But the Lord Jesus knows you very well. അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. And because of this we do not have to be anxious about anything. സകലവും പ്രാർത്ഥനയോടെ അവന്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, but if we are able to be in prayer and supplication before the Lord, ആ യേശുക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ കഴിയും. this Lord Jesus can bring peace to your life. ആ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നേറുവാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കിൽ നിന്ന് വിരാമം കുറിക്കുന്നു. I would like to conclude my words by saying that may God give us this peace from above.
ഞാൻ ഇന്നൊന്ന് എടുത്തു പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Be not anxious about anything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. But in everything through prayer and supplication let your requests be made known to the Lord. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. Then the peace that surpasses all understanding will guard your hearts and mind through Jesus Christ. യഹോവ ഷാലോം. God bless you. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ വചനം കേൾക്കാനിടയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ വചനം എങ്ങനെ പറയുന്നു? നീ കൂരിൽ താഴ്വരെ കൂടി നടന്നാലും, ദാവീദ് പറയുന്നു, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. എൻ്റെ റീസൺ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ് ഈ ബലം നൽകിയത് ഒരു മതസ്ഥാപകനല്ല. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം എൽ ഷഡായ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരെങ്കിലും പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വലംകരം ഹല്ലേലൂയ അവൻ പിടിച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിൻ്റെ കൂടെയുണ്ട്. നമുക്ക് ചേർന്ന് കർത്താവിനെ പാടിച്ചു. ഇനി ഭയപ്പെടില്ല, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഇനി ഭയപ്പെടില്ല, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായി ഭയപ്പെടേണ്ട. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കാര്യങ്ങളെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും, ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും. ഒരിക്കലൂടെ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും, ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, വസിക്കാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും. കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, കൂടെ വസിക്കാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട,
എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, വിശ്വാസത്തോടെ ഇച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, യെസ്, കണ്ണുനീരിടും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം. നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഈ പകൽക്കാലമുണ്ട്. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനല്ല, നിന്നെ മുടിക്കുവാനല്ല. നാം കേട്ടതുപോലെ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലുള്ള സമാധാനത്തോടുകൂടെ ഹല്ലേലൂയ അവൻ നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അനേകർ ലോക സമാധാനത്തിൽ ആശ്രയിക്കുമ്പോൾ ആ സാഹചര്യം മാറുമ്പോൾ സമാധാനം മാറുന്നത് പോലെ അല്ല എനിക്കും നിങ്ങൾക്കുമുള്ള സമാധാനം. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സമാധാനം അത് ഒരേപോലെ ഹല്ലേലൂയ അത് ഒരിക്കലും മാറുന്നതല്ല. കാരണം അത് നൽകി തന്നത് ഹല്ലേലൂയ ഒരിക്കലും മാറാത്തവൻ. ഹല്ലേലൂയ. മനുഷ്യൻ വാക്കുമാറിയേക്കാം, ഹല്ലേലൂയ മനുഷ്യൻ വാക്കുമാറിയേക്കാം, ഹല്ലേലൂയ മാറാത്ത ഒരുവൻ അവൻ ഇന്നും അനന്യനായി. ഹല്ലേലൂയ. ആ ദൈവിക സ്വർഗീയ സമാധാനം ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ആ കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നതിനാൽ ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ 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 എത്രമാത്രം കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ അത്രമാത്രം കർത്താവിന് വേണ്ടി ഹല്ലേലൂയ 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 എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ഒരു രക്തത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സകല പാപങ്ങളെയും സകല രോഗങ്ങളെയും ഹല്ലേലൂയ ആ സംഘച്ചോരയാൽ ആ കർത്താവ് കഴുകി മാറ്റിയിരിക്കുന്നതിനാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ധൈര്യത്തോടെ ഹല്ലേലൂയ ധൈര്യത്തോടുകൂടെ സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ നീ പ്രതികൂലമായിരിക്കും കാണുന്നതെങ്കിലും ഹല്ലേലൂയ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്നവൻ നിന്നോടുകൂടെ നിന്റെ അരികിൽ നിന്റെ വലം കരം പിടിച്ച് നിന്നോട് കൂടെ ചേർന്ന് നടക്കുന്നതിനാൽ ഹല്ലേലൂയ പാടിയതുപോലെ ഭയപ്പെടേണ്ട ഹല്ലേലൂയ കർത്താവ് നിന്നോട് കൂടെയുണ്ട്.